ആർ.ജെ.ഡിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന വി സുരേന്ദ്രൻപിള്ള കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയിലെ പദവികളെല്ലാം രാജിവെച്ചത്. എന്നാൽ അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നു. രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങളൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങളുണ്ടാവും. അതേക്കുറിച്ച് അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് പെട്ടെന്നൊരു തിരിച്ചുവരവിൻ്റെ കാരണം? അല്ല, തിരിച്ചുവരവ് പാർട്ടി പദവി എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടിയിലെ ഒരു വൈസ് പ്രസിഡന്റാണ്. ഞങ്ങൾ പാർട്ടിക്കകത്ത് കഴിഞ്ഞ കുറച്ച് 2-3 ആഴ്ചക്കാലമായിട്ട് ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. RJD എന്ന പാർട്ടിക്ക് കോഴിക്കോടിനിപ്പുറത്തേക്ക് മത്സരിക്കാൻ, തിരുവനന്തപുരം വരെ മത്സരിക്കാൻ ഞങ്ങൾക്ക് സീറ്റില്ല. പാർട്ടിക്ക് 3 സീറ്റേ ആകെ തന്നിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ 3 സീറ്റിന് മാത്രം അർഹതയുള്ളൊരു പാർട്ടി അല്ല RJD. അതിലേറെ സീറ്റ് നമുക്ക് തരേണ്ടുന്നതായിരുന്നു. അത് തരാൻ അവർക്ക് മുന്നണി നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അപ്പം മുന്നണി നേതൃത്വവുമായിട്ട് ചർച്ച നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. 3 സീറ്റ് കൂടുതൽ കിട്ടത്തില്ല, ലഭിക്കില്ല എന്ന് ഒരു ഒരു സാഹചര്യമെത്തി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത്. അപ്പോൾ മുന്നണി നേതൃത്വവുമായി ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് സഖാവ് ME ശ്രേയാംസ് കുമാർ, പാർട്ടി പ്രസിഡന്റ്, മുന്നണി നേതൃത്വമായിട്ട് ചർച്ച നടത്തി. ആരുമായിട്ട് ചർച്ച ചെയ്ത്? മുഖ്യമന്ത്രിയാണോ? മുഖ്യമന്ത്രിയുമായിട്ട്, മുന്നണി കൺവീനറുമായിട്ട് ചർച്ച നടത്തി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തിയപ്പോൾ അപ്പോഴത്തേക്ക് സീറ്റ് വിഭജന ഘട്ടമൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയായി. അപ്പോൾ ഇത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ പരാധീനതകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിപ്പോയി ഏകദേശം. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രസിഡന്റ് സഖാവ് ME ശ്രേയാംസ് കുമാർ എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടു, ഈ ഘട്ടത്തിൽ രാജിയുമായി മുന്നോട്ട് പോകരുത്, രാജി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടു. വേറെന്തെങ്കിലും ഓഫറുകൾ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു ഓഫറും ഇല്ല. പാർട്ടിക്ക് അല്ലെങ്കിൽ വീണ്ടും LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ പരാധീനതകളും ഞങ്ങളുടെ പ്രയാസങ്ങളും പരിഹരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ സീറ്റിൻ്റെ കാര്യം ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ മറ്റ് സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ശ്രേയാംസ് കുമാർ നിർബന്ധപൂർവ്വം രാജി പിൻവലിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇന്ന് രാജി പിൻവലിച്ചു. അതുപോലെ തന്നെ ഈ രാജിവെച്ച സമയത്ത് BJPയിലേക്ക് പോകുന്നു എന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് തോന്നുന്നു BJPയുമായി സഹകരിച്ച് പോകാൻ തീരുമാനിച്ചതൊക്കെ പുറത്തു വന്നതാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടത്തി അത് പരാജയപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നു അങ്ങനെ? ഇല്ല, അതെല്ലാം അഭ്യൂഹമായിരുന്നു. BJPയിലല്ല വേറൊരു പാർട്ടിയിലും പോകാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരാളുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. ഒരാൾ പോലും ആയിട്ടും അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല. ഒരു പാർട്ടി പോകാൻ തീരുമാനിച്ചിട്ടുമില്ല. അപ്പോൾ അതെല്ലാം വെറുതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ രാജിവെച്ച ഉടനെ പിന്നെ BJP പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു, പിന്നെ LDF സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് പറയുന്നു. അതെല്ലാം അടിസ്ഥാന, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു. അത്തരത്തിൽ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല BJP? ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല, യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ചർച്ചയ്ക്ക് വേണ്ടിയല്ല രാജി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പാർട്ടിക്ക് അർഹതയ്ക്കുള്ള അല്ലെ അർഹതപ്പെട്ട സീറ്റുകൾ ലഭിക്കാത്തത് ഞങ്ങൾ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്തു. എന്നാൽ അതിന് പ്രോഗ്രസ് ഒന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് ഞങ്ങൾ രാജിവെച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്, അതിന്റെ പ്രചാരണമെല്ലാം സജീവമായി നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാകും LDFന്റെ? തീർച്ചയായിട്ടും പ്രചാരണ രംഗത്തുണ്ടാവും. RJD വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രചാരണ രംഗത്തുണ്ടാകും, സജീവമായിട്ടുണ്ടാകും. പൊതുവെ തിരുവനന്തപുരം സെൻട്രലായിരുന്നു സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു LDFന്. അതിനുശേഷം സുധീർ കരമന വരുന്നു. താങ്കൾക്കൊരു സാധ്യതയുള്ള സ്ഥലമായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും മുന്നണിയുമായി അങ്ങനെ ചർച്ചയുണ്ടായിരുന്നു? അല്ല, ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന സെൻട്രൽ എന്ന് പറയുന്നത് ഞാൻ മത്സരിച്ച് MLA ആവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്ത മണ്ഡലമാണ്. അതിനകത്തിപ്പോൾ LDFന് ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ്. LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി വൈകിയാണ് വന്നത്. BJPയുടെയും രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥി വൈകിയാണ് വന്നിട്ടുള്ളത്. അതിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ള സുധീർ കരമന വളരെ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക്
ആവശ്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങും, ഞാനുണ്ടാകും. ശ്രേയാംസ് കുമാർ പ്രധാനമായിട്ട് പറഞ്ഞത് എന്താണ്? ഈ ഇതിൽ നിന്ന് തൽക്കാലം മാറി നിങ്ങൾ പാർട്ടിയുടെ ഭാഗം തന്നെയായി നിലനിൽക്കണം എന്ന് ആണോ ആവശ്യപ്പെട്ടത്? അതെ, അദ്ദേഹം ആവശ്യപ്പെട്ടത് രാജിവെച്ച് ഇപ്പോൾ വേറിട്ട് നിൽക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു അന്തരാള ഘട്ടത്തിലാണ് പാർട്ടി, ഇപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുന്ന പോലെയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറിട്ട് നിൽക്കാൻ പാടില്ല, പാർട്ടിക്കൊപ്പം നിൽക്കണം, രാജി പിൻവലിക്കണം, തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ട് ഇറങ്ങണം, പ്രവർത്തിക്കണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു. എന്തായാലും മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ, പ്രത്യേകിച്ച് BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ അഭ്യൂഹം മാത്രമായിരുന്നെന്ന് അദ്ദേഹം പറയുന്നത്. LDF-ന്റെ ഭാഗമായി തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം ആലോചിച്ച കാര്യം, അത് തന്നെയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രൽ മത്സരിക്കുന്ന സുധീർ കരമനയ്ക്ക് വേണ്ടി അടുത്ത ദിവസം തന്നെ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും V. സുരേന്ദ്രൻപിള്ള പറയുന്നുണ്ട്. ക്യാമറാമാൻ മനീഷിനൊപ്പം S. വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.